Cognitive Tools from Vedanta Philosophy എന്ന വീഡിയോ പരമ്പരയുടെ 8ാമത്തെ വീഡിയോയിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. നമ്മൾ ഈ പർട്ടിക്കുലർ സ്ലൈഡിലാണ് 7ാമത്തെ വീഡിയോയിൽ നമ്മൾ നിർത്തിയത്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പ്രൂഫ് ബൈ നെഗേഷൻ അഥവാ നേതി എന്ന ചിന്താ സമ്പ്രദായത്തെക്കുറിച്ച് നമ്മൾ അടുത്തറിഞ്ഞു. അതിനെ ലാറ്റിൻ ഭാഷയിൽ വയാ നെഗറ്റീവ എന്നാണ് പറയുന്നത്. നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് ഈ സ്ക്രീനിൽ കാണുന്ന ഗ്രൂപ്പ് ഓഫ് മുന്തിരി അല്ലെങ്കിൽ ബൗളിൽ നമുക്ക് രണ്ട് രീതിയിൽ ഇതിനെ സമീപിക്കാം. നല്ല മുന്തിരി ഇതിൽ നിന്നെടുത്ത് മാറ്റുകയോ അല്ലെങ്കിൽ നമുക്ക് ചീത്ത എടുത്ത് കളഞ്ഞാലും മതി. നേതി ചിന്താ പദ്ധതി ഒരു ബൗളിൽ നിന്ന് ഭക്ഷ്യയോഗ്യമല്ലാത്ത കാര്യങ്ങളെ മാറ്റി ഒരു പർട്ടിക്കുലർ സ്റ്റേജ് എത്തുമ്പോൾ മാറ്റാനൊന്നും ഇല്ലാതാവും. ബാക്കിയുള്ളത് എന്തോ അത് എഡിബിൾ അല്ലെങ്കിൽ ഭക്ഷ്യയോഗ്യമായിരിക്കും. ഈ ചിന്താ പദ്ധതിക്ക് നമുക്ക് സത്യനിർണയത്തിൽ വളരെയേറെ സ്ഥാനമുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ വീഡിയോ നമ്പർ 7 കാണുമായിരിക്കുമല്ലോ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടൂൾ, അതായത് പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ ആസ് എ ടൂൾ ഇൻ വേദാന്ത. പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ, ഇതിലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. പ്രൂഫ് എന്നാണ്. കോൺട്രഡിക്ഷൻ എന്നാൽ വൈരുദ്ധ്യം അഥവാ അസംഭവം എന്നൊക്കെ പറയും. ബൈവാല്യൂ ലോജിക്കിന്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം ഒരേ സമയം തന്നെ ട്രൂയും ഒരേ സമയം തന്നെ ഫോൾസ് ആയി കഴിഞ്ഞാൽ അവിടെ കോൺട്രഡിക്ഷൻ ഉണ്ട്. അപ്പോൾ കോൺട്രഡിക്ഷൻ, പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ നമ്മൾ ഫിലോസഫിയിൽ മാത്രമല്ല ഗണിതശാസ്ത്രത്തിലും നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. സോ നിങ്ങൾ വിക്കിപീഡിയയിലോ അല്ലെങ്കിൽ വെബിലോ സെർച്ച് ആക്കണം. പ്രൂവ് ദാറ്റ് റൂട്ട് 2 ഇസ് ഇറാഷണൽ. അതായത് റൂട്ട് 2 എന്നുള്ള സംഖ്യ, അതായത് 2ന്റെ സ്ക്വയർ റൂട്ട് ഒരു ഇറാഷണൽ സംഖ്യയാണെന്നുള്ള പ്രൂഫ് ഒരു പോസിറ്റീവ് പ്രൂഫ് അല്ല, അതൊരു പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ ആണ്. അത് എന്താണെന്ന് നോക്കാം. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് നമുക്ക് കാര്യകാരണ സംബന്ധതയെ കുറിച്ച് തത്വശാസ്ത്രത്തിൽ എങ്ങനെയാണ് പൊതുവെ കാര്യങ്ങൾ വിലയിരുത്തുന്നതെന്ന് നോക്കാം. ഈ സ്ലൈഡ് ഞാൻ ഒരു പ്രസന്റേഷന് വേണ്ടി ഡിസൈൻ ചെയ്തതാണ്. ഇതിൽ പൊതുവെ ലോകത്തിൽ 4 തരം കാരണങ്ങളാണുള്ളത്. മെറ്റീരിയൽ കോസ് അഥവാ ഉപാദാന കാരണം, എഫിഷ്യന്റ് കോസ് അഥവാ നിമിത്ത കാരണം, ഫോർമൽ കോസ് അഥവാ രൂപകാരണം, ഫൈനൽ കോസ് അഥവാ അന്തിമ കാരണം. ഉപാദാന കാരണം, നിമിത്ത കാരണം, രൂപകാരണം, അന്തിമ കാരണം. അത് ക്ലോക്ക് വൈസിൽ അല്ല, കൗണ്ടർ ക്ലോക്ക് വൈസ് പൊസിഷനിൽ റീഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽ കോസ് എന്ന് വെച്ചാൽ ഞാൻ വളരെയേറെ പുസ്തകങ്ങൾ കളക്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഈ ടാഗ് ഒരു ലിസ്റ്റ് ഓഫ് ടാഗ് ആണ് മെറ്റീരിയൽ കോസ് എന്ന ആ സെക്ഷനിലുള്ളത്. അതിനെ ആസ്പദമാക്കിക്കൊണ്ട് ഞാൻ രാത്രി കാലങ്ങളിലും ഒക്കെ വളരെ ബുദ്ധിമുട്ടി പഠിച്ച് ഞാനൊരു കുതിരയാവുമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാനാണ് നിമിത്ത കാരണം, ഉപാദാന കാരണം കമ്പ്യൂട്ടർ സയൻസിന്റെ ടോപ്പിക്സ്, ഫോർമൽ കോസ് എന്നാൽ ഞാൻ എന്തിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണോ അല്ലെങ്കിൽ എന്ത് ഉദ്ദേശിച്ചുകൊണ്ടാണോ ഞാൻ തുടങ്ങിയത്, അതാണ് ഫോർമൽ കോസ്. അവസാനം ഞാൻ എന്തായി എന്നുള്ളതാണ് ഫൈനൽ കോസ്. ഒരു കുടം ഉണ്ടാക്കുന്ന ഒരാളുടെ കണ്ണിൽ പറഞ്ഞാൽ മെറ്റീരിയൽ കോസ് എന്തായിരിക്കും? ക്ലേ ആയിരിക്കും. എഫിഷ്യന്റ് കോസ് ആ കുശിനിക്കാരൻ അല്ലെങ്കിൽ ആ പോട്ടർ ആയിരിക്കും. പോട്ടർ അയാളുടെ മനസ്സിൽ കുടം ഇങ്ങനെ ഇരിക്കും എന്നുള്ളൊരു ധാരണയോടെയാണ് അയാൾ അത് കുടമാക്കാൻ നോക്കുന്നത്. പക്ഷേ അയാൾ ഉദ്ദേശിച്ച സ്ഥലത്തിൽ കാര്യങ്ങൾ വരണമെന്നില്ല. ഇതൊരു സറ്റാറിക്കൽ സ്ലൈഡാണ്. അതായത് ഞാൻ കുതിരയാവാൻ നോക്കിയിട്ട് അവസാനം ഒട്ടകമായി. കേട്ടിട്ടുണ്ടാവും. ക്യാമൽ ഇസ് എ ഹോഴ്സ് ഡിസൈൻ ബൈ എ കമ്മിറ്റി എന്ന്. അതായത് കുതിര ആണ്. ഇപ്പൊ നമ്മൾ പുരാണങ്ങളിൽ എടുത്താലും ചരിത്രത്തിലെടുത്താലും കുതിര ഒരു പെർഫെക്റ്റ് ബീയിങ് ആയിട്ടാണ് പൊതുവെ മനുഷ്യർ കരുതി പോരുന്നത്. ഒട്ടകമാകട്ടെ ഒരു അഗ്ലി ആനിമലായിട്ട്. അപ്പോൾ പൊതുവെ കുതിരയെ when you try to do best of the breed solution, അതായത് നമുക്ക് കിട്ടാവുന്നതിലൊക്കെ ഏറ്റവും നല്ല കാര്യങ്ങൾ ചേർത്ത് ഒരു കാർ ഉണ്ടാക്കാൻ നോക്കുകയാണെന്ന് വിചാരിക്കട്ടെ. മേ ബി ജർമ്മൻ ബോഡിയും ജാപ്പനീസ് എഞ്ചിനും ഇനി ഇറ്റാലിയൻ വേറെ പാർട്സും അമേരിക്കൻ
നല്ല കമ്പനികളുടെ ടയറും കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന കാറ് കുതിരയാവണമെന്നില്ല, ചിലപ്പോൾ ഒട്ടകം. സോ പീസസ് ഫിറ്റ്സ് ഡൗൺ ടുഗദർ. പക്ഷേ ഈ സ്ലൈഡിന്റെ മെയിൻ ഉദ്ദേശം മെറ്റീരിയൽ കോസ് അഥവാ ഉപാദാന കാരണം, എഫിഷ്യൻ കോസ് അഥവാ നിമിത്ത കാരണം. ഉപാദാന കാരണം എന്ന് പറഞ്ഞാൽ എന്തിനെ വെച്ചാണ് ഒരു സാധനം ക്രിയേറ്റ് ചെയ്യുന്നത്. എഫിഷ്യൻ കോസ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്ററിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഫോർമൽ കോസ് എന്ന് വെച്ചാൽ രൂപകാരണം എന്ന് പറയും. അതായത് ഈ നിമിത്ത കാരണം അഥവാ എഫിഷ്യൻ കോസ് എന്താണോ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് അയാളുടെ മനസ്സിലുണ്ടായിരുന്നത്, അതാണ് ഫോർമൽ കോസ്. ഫൈനൽ കോസ് എന്നുള്ളത് അത് എന്തായി എന്നുള്ളതാണ്, ഫൈനലി എന്തായി ഭവിച്ചു എന്നുള്ളതാണ് നോക്കുക. കാര്യകാരണ സംബന്ധത്തെ കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ ഈ 4 പദങ്ങൾ ഓർത്തു വെക്കുക. അതിനെക്കുറിച്ച് കൂടുതൽ ഫർദർ റിസർച്ച് യൂട്യൂബിൽ വീഡിയോ കണ്ടോ അല്ലെങ്കിൽ പുസ്തകം വായിച്ചോ നിങ്ങൾ സ്വായത്തമാക്കേണ്ടതാണ്. നമ്മുടെ ഈ പർട്ടിക്കുലർ വീഡിയോയുടെ മെയിൻ ടോപ്പിക് പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ. അതായത് നമ്മളൊരു കാര്യത്തെ പ്രൂവ് ചെയ്യാൻ നോക്കുമ്പോൾ ഡിഡക്റ്റീവ് പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഗമനാത്മക പ്രൂഫ്. അതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ പോസിറ്റീവ് പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രമൈസ് അഥവാ സെറ്റ് ഓഫ് ആക്സിയോംസ് അല്ലെങ്കിൽ സ്വയം സിദ്ധാന്തങ്ങളിൽ നിന്ന് തുടങ്ങി നമ്മൾ ഡിഡക്റ്റീവ്ലി മീനിങ് പ്രിസർവിങ് ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് ഔട്ട്പുട്ട് എത്തിക്കുന്നതിനെയാണ് പോസിറ്റീവ് പ്രൂഫ് എന്ന് പറയുന്നത്. പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ വേറൊരു ചിന്താപദ്ധതിയാണ്. അതായത് ഇപ്പൊ നമുക്ക് ഈ സ്ലൈഡിൽ നോക്കാം. ഈസ് ദർ എ ക്രിയേറ്റർ ഗോഡ് ഫോർ ദിസ് യൂണിവേഴ്സ്? വാട്ട് ഈസ് ദ മെറ്റീരിയൽ കോസ് ഓഫ് ദി യൂണിവേഴ്സ്? ഈ 2 ചോദ്യങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒരു സ്രഷ്ടാവായ ദൈവം ഈ യൂണിവേഴ്സിലുണ്ടോ? അതാണ് ഫസ്റ്റ് ചോദ്യം. യൂണിവേഴ്സ് എന്ത് വെച്ചുണ്ടാക്കി? മെറ്റീരിയൽ കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപാദാന കാരണം. അതായത് യൂണിവേഴ്സിന്റെ ഉപാദാന കാരണം എന്ത്? നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി പഠിച്ചല്ലോ എഫിഷ്യൻ മെറ്റീരിയൽ കോസ്, എഫിഷ്യൻ കോസ് ഓർ ഇൻസ്ട്രുമെന്റൽ കോസ്. അതിനെ എഫിഷ്യൻ കോസ് എന്നും ഇൻസ്ട്രുമെന്റൽ കോസ് എന്നും പറയാം. ഫോർമൽ കോസ്, ഫൈനൽ കോസ്, 4 തരം കാരണങ്ങളുണ്ടെന്ന്. സോ നമുക്കിവിടെ ഇത് ഞാൻ മാതൃഭൂമി പ്രസ് അച്ചടക്കിയ ഒരു മലയാള പുസ്തകത്തിൽ നിന്ന് ഞാൻ ഇംഗ്ലീഷിലോട്ട് തർജ്ജമ ചെയ്തിട്ടുള്ളതാണ്. അവധൂത ഗീത എന്നാണ് പുസ്തകത്തിന്റെ പേരെന്ന് തോന്നുന്നു. ഒരു ഇലക്ട്രോണിക് പത്രത്തിൽ നിന്നാണ് ഞാൻ ഇതിന്റെ ഒരു ബുക്കിന്റെ എക്സെപ്റ്റ്സ് വായിക്കുകയും ഞാൻ ആ പുസ്തകം വാങ്ങിക്കുകയും അതിൽ നിന്ന് ഇത് ഞാൻ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുകയും ചെയ്തത്. ദ ക്രിയേറ്റർ ക്യാൻ ബി എഫിഷ്യൻ കോസ് ഓർ ഇൻസ്ട്രുമെന്റ് ബട്ട് ഷുഡ് നോട്ട് ബി ദ മെറ്റീരിയൽ കോസ്. ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാല് സ്രഷ്ടാവ് ഒരിക്കലും ഉപാദാന കാരണമായിക്കൂടാ. അത് വേണമെങ്കിൽ നമുക്ക് എഫിഷ്യൻ കോസ് നിമിത്ത കാരണമാവോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് കോസ് എന്നും പറയാം. നിമിത്ത കാരണത്തെ ഇൻസ്ട്രുമെന്റ് കോസ് എന്നൊരു പര്യായം കൂടിയുണ്ട്. If that is the case, we need to agree that creator is everything. അതായത് സ്രഷ്ടാവ് മെറ്റീരിയൽ കോസ് ആണെന്ന് നമ്മൾ അംഗീകരിക്കുകയാണെന്ന് വിചാരിക്കണ്ടേ, ഉപാദാന കാരണമാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സ്രഷ്ടാവാണ് എല്ലാം എന്ന് നമ്മൾ അനുമാനിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ സമ്മതിക്കേണ്ടി വരും. Thus, something which evolves into everything will eventually vanish, as anything which evolves has to die. പരിണമിക്കുന്നത് എന്തും ഇവൻച്വലി ഇല്ലാതാവുകയും അല്ലെങ്കിൽ അത് ഇല്ലാതാവുകയും ചെയ്യും. അപ്പോ അങ്ങനെയാണെങ്കിൽ ക്രിയേറ്റർ വിൽ ഡൈ ലൈക്ക് എനി ക്രിയേറ്റഡ് തിങ്സ്. സ്രഷ്ടാവ് ഉപാദാന കാരണമാണെങ്കിൽ നമ്മൾ എല്ലാം ഉപാദാന കാരണം എന്ന് പറയേണ്ടി വരും. അപ്പോൾ പരിണമിക്കുന്നത് എന്തും ഇവൻച്വലി ഡൈ ചെയ്യും. അപ്പോൾ സ്രഷ്ടാവും ഡൈ ചെയ്യും. അപ്പോൾ ഇപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? നമ്മള് സ്രഷ്ടാവ് മെറ്റീരിയൽ കോസ് ആണെന്ന് നമ്മൾ ഫസ്റ്റ് ഇമാജിൻ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? സ്രഷ്ടാവ് മെറ്റീരിയൽ കോസ് അല്ല എന്നാണ്. നമ്മൾ അതിനുവേണ്ടി എന്ത് ചെയ്തു? സ്രഷ്ടാവ് മെറ്റീരിയൽ കോസ് ആണെന്ന് നമ്മൾ ഇമാജിൻ ചെയ്തു. എന്നിട്ട് വൈരുദ്ധ്യം കണ്ടെത്തുകയാണ് ചെയ്തത്. അതായത് സ്രഷ്ടാവ് മെറ്റീരിയൽ കോസ് ആണെങ്കിൽ സ്രഷ്ടാവ് മരിക്കണം. ഇപ്പൊ ഗോഡ് ഓമിനി പ്രസന്റ്, ഒമിനിസിയന്റ് ആൻഡ് ഒമിനിപൊട്ടന്റ് ആയിരിക്കണമല്ലോ. അപ്പോ ഒരു ക്രിയേറ്റർ ഗോഡ് ഇല്ല എന്നാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, ആദ്യത്തെ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നത്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ഭാഗം നോക്കാം. ഇഫ് ദ ക്രിയേഷൻ ഹാപ്പൻ വിത്ത് മെറ്റീരിയൽ കോസ് വിച്ച് എക്സിസ്റ്റഡ് ബിസൈഡ്സ് ദ ക്രിയേറ്റർ, സ്രഷ്ടാവിനൊപ്പം തന്നെ ഉപാദാന കാരണമായ മെറ്റീരിയൽ അഥവാ എന്താ പറയാ പോട്ടറും ക്ലേയും മാതിരി സ്രഷ്ടാവും
ഉപാദാന കാരണം ഒരേ സമയം ഉണ്ടായിരുന്നു എന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്രഷ്ടാവും ഉപാദാന കാരണവും ഒന്നാണെന്ന് പറയേണ്ടി വരും. Thus, if material can exist without a creator, why cannot universe emerge itself? അതായത് ഈ ഉപാദാന കാരണം അഥവാ മെറ്റീരിയൽ സ്രഷ്ടാവിന് ഉപരിയായിട്ട് നിലനിന്നിരുന്നെങ്കിൽ എന്തുകൊണ്ട് യൂണിവേഴ്സിന് സ്വയം എമർജ് ചെയ്തുകൂടാ? അതൊരു പുറകിലുള്ള ഒരു ഡൗട്ട് ആയിരിക്കും. വൈ ക്രിയേറ്റർ ചോസ് ടു ക്രിയേറ്റ് ദിസ് യൂണിവേഴ്സ് ഇറ്റ് ഹാസ് ലോട്ട് ഓഫ് പാരഡോക്സ്. എന്തിന് സ്രഷ്ടാവ് ഈ ലോകം സൃഷ്ടിച്ചു എന്നുള്ളത് തന്നെ വൈരുദ്ധ്യാത്മകമാണ്. ആസ് സമൺ വിത്ത് ഗോൾ വോണ്ട് ബി പെർഫെക്റ്റ്. അതായത് ലക്ഷ്യമുള്ള ഒന്നും പെർഫെക്റ്റ് ആയിരിക്കില്ല. ഇഫ് ദർ ഇസ് എ സെക്കൻഡ്, അതായത് രണ്ടാമത്തത്, അതായത് സ്രഷ്ടാവ് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ സ്രഷ്ടാവ് രണ്ടാമതൊന്നില്ല എന്നാണല്ലോ അദ്വൈത വേദാന്തം പറയുന്നത്. അപ്പൊ സ്രഷ്ടാവ് വേറെ മെറ്റീരിയൽ വേറെ ആണെങ്കിൽ രണ്ടാമത് ഒന്നുണ്ട്. അപ്പോൾ ഈ അദ്വയം അല്ലെങ്കിൽ അദ്വൈത സിദ്ധാന്തത്തെ അത് വയലേറ്റ് ചെയ്യുന്നു. ദെൻ ക്രിയേറ്റർ ഈസ് നോട്ട് ഒമിനിസിയന്റ്. അതായത് രണ്ടാമതൊരു വസ്തു ഉണ്ടെങ്കിൽ സർവജ്ഞനല്ല ആര്? സ്രഷ്ടാവ്. ഇഫ് എനിത്തിങ് ഫൈനൈറ്റ് വിൽ, നമ്മൾ ആദ്യം പഠിച്ചു പരിണമിക്കുന്നത് എന്തും നമ്മൾ അവശേഷിക്കില്ല എന്ന്. നമ്മൾ പറയുന്നത് ഫൈനൈറ്റ് വിൽ ഇവോൾവ് ആൻഡ് ഡൈ. സോ ക്രിയേറ്റർ ഈസ് നോട്ട് എ പോസിബിലിറ്റി ആസ് ക്രിയേറ്റർ വിൽ ഇറ്റ് സെൽഫ് സെർച്ച് ഫോർ ഇറ്റ്സ് ഓൺ ക്രിയേറ്റർ. അപ്പോൾ സ്രഷ്ടാവ് ഉണ്ടെന്ന് നമ്മൾ ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ സ്രഷ്ടാവ് തന്നെ അതിന്റെ സ്രഷ്ടാവിനെ തേടേണ്ടി വരും. അങ്ങനെ ആഡ് ഇൻഫിനിറ്റ്. അപ്പോൾ ഇതിനൊരു അന്ത്യം ഉണ്ടാവില്ല. അപ്പോൾ ഈ സ്ലൈഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈസ് ദർ എ ക്രിയേറ്റർ ഗോഡ് ഫോർ ദിസ് യൂണിവേഴ്സ് എന്ന ചോദ്യത്തിനും വാട്ട് ഈസ് ദ മെറ്റീരിയൽ കോസ് ഓഫ് ദി യൂണിവേഴ്സ് എന്ന് പറഞ്ഞ ചോദ്യത്തിനും നമ്മൾ തത്വ നിരൂപണം ചെയ്തപ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത് ക്രിയേറ്റർ ക്യാൻ ബി എഫിഷ്യന്റ് കോസ് ഓർ ഇൻസ്ട്രുമെന്റ് ബട്ട് ഷുഡ് നോട്ട് ബി ദ മെറ്റീരിയൽ കോസ്. അതായത് എഫിഷ്യന്റ് കോസ് അല്ലെങ്കിൽ അതിന്റെ പര്യായമായ ഇൻസ്ട്രുമെന്റ് കോസോ ആവാം സ്രഷ്ടാവ്, പക്ഷെ ഒരിക്കലും ഉപാദാന കാരണമായിക്കൂടാ. അങ്ങനെ അതായത് സ്രഷ്ടാവ് ഉപാദാന കാരണമാണ് ആവുകയാണെങ്കിൽ വി നീഡ് ടു അഗ്രി ദാറ്റ് ക്രിയേറ്റർ ഈസ് എവരിത്തിങ്. അപ്പൊ സ്രഷ്ടാവ് എല്ലാമാണെന്ന് പറയേണ്ടി വരും. ദാറ്റ്സ് സംതിങ് വിച്ച് ഇവോൾവ്സ് ഇൻടു എവരിതിങ്. അപ്പോ എന്ത് പറ്റും? പരിണമിക്കുന്നത് എന്തും ഇല്ലാതാവും. അപ്പോ സ്രഷ്ടാവും ഇല്ലാതാവും. പക്ഷെ സ്രഷ്ടാവ് ഒമിനിപൊട്ടന്റ്, ഒമിനിപ്രസന്റ്, ഒമിനിസിയന്റ് ആയിരിക്കണമല്ലോ. അപ്പോ എന്താ പറയുന്നേ? സ്രഷ്ടാവ് മെറ്റീരിയൽ കോസ് അല്ല എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനിയിപ്പോ അപ്പൊ മെറ്റീരിയൽ കോസും സ്രഷ്ടാവും സൈമിൾട്ടേനിയസ് സൈഡ് ബൈ സൈഡ് ആയിട്ട് എക്സിസ്റ്റ് എന്ന് വിചാരിക്കാതിരിക്കട്ടെ. അപ്പോ അങ്ങനെ വരുമ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ടാമതുണ്ടല്ലോ. അപ്പോൾ എന്ത് പറ്റും എന്ന് പറഞ്ഞാൽ അദ്വൈത സിദ്ധാന്തത്തെ വയലേറ്റ് ചെയ്യും. അപ്പോൾ ഈ ചിന്താഗതിയിൽ നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാല്, ഏതെങ്കിലും ഒരു കാര്യം പ്രൂവ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് എടുത്ത് അത് ശരിയാണെന്നുള്ള രീതിയിൽ നമ്മൾ ഡെഡ്യൂസ് ചെയ്യും. അപ്പോൾ അതിൽ വൈരുദ്ധ്യം കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ശരിയാണെന്ന് വിശ്വസിച്ചത് തെറ്റും. അപ്പോൾ നമ്മൾ എന്താ പറയാ, ഒറിജിനലി എന്താണോ പ്രൂവ് ചെയ്യാൻ നോക്കിയത് അത് ശരിയാണെന്ന് പ്രൂവ് ചെയ്യും. ഇതിനെയാണ് പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ. ഇത് ഒരു പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നതല്ല. യു സെർച്ച് ദ ഇന്റർനെറ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഈസ് പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ. പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിലും പൊതുവെ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. അപ്പോൾ ഡിഡക്റ്റീവ് ലോജിക്കിലും പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ ഉപയോഗിക്കാറുണ്ട്. ബൈ വാല്യൂഡ് ലോജിക്കില് കോൺട്രഡിക്ഷൻ is something which should be avoided. അത് നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ഇത്രയൊരു സ്ലൈറ്റ്ലി കോംപ്ലിക്കേറ്റഡ് സ്ലൈഡാണ്. ബട്ട് വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഈസ്, ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 4 തരം കാരണങ്ങളുണ്ട്. മെറ്റീരിയൽ കാസ് അഥവാ ഉപാദാന കാരണം, എഫിഷ്യന്റ് കോസ് ഓർ ഇൻസ്ട്രുമെന്റൽ കോസ് എന്ന് പറയും, അതിനെ നിമിത്ത കാരണം എന്നും പറയും. രൂപകാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഈ ക്രിയേറ്ററിന്റെ ഉദ്ദേശം എന്തായിരുന്നു, അയാൾ എന്താണ് മനസ്സിൽ കണ്ടത്, അതാണ് രൂപകാരണം അഥവാ ഫോർമൽ കോസ്. എന്തായിട്ടാണോ ഭവിച്ചത് അതിനെ ഫൈനൽ കോസ് എന്ന് പറയും. പിന്നെ നമ്മൾ ഈ യൂണിവേഴ്സിന് ഒരു സ്രഷ്ടാവുണ്ടോ, ആൻഡ് അതേമാതിരി തന്നെ മെറ്റീരിയൽ കോസ് ഓഫ് ദി യൂണിവേഴ്സ് എന്താണ്. അപ്പോൾ ആദ്യം നമ്മൾ കർത്താവ് അല്ലെങ്കിൽ സ്രഷ്ടാവ് മെറ്റീരിയൽ കോസ് ആവാൻ പാടില്ല എന്ന് പ്രൂവ് ചെയ്തു. രണ്ടാമത്തേല്
ക്രിയേറ്റർ എന്നുള്ള ആശയം തന്നെ, അതായത് സ്രഷ്ടാവ് എന്നുള്ള ആശയം തന്നെ കറക്റ്റ് അല്ല എന്നുള്ളത് പഠിച്ചു. രണ്ടും നമ്മൾ പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ വെച്ചാണ് ചെയ്തത്. ദിസ് ഇസ് എ സ്ലൈറ്റ്ലി കോംപ്ലിക്കേറ്റഡ് സ്ലൈഡ്. സോ ഐ ഹോപ്പ് ദിസ് വാസ് യൂസ്ഫുൾ. നന്ദി, നമസ്കാരം.